ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, നല്ല ചൂടാണ് പുറത്ത്. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശരിക്കും വെള്ളം കുടിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ശരീരത്തിൽ വിയർപ്പ് പെട്ടെന്നുണ്ടാവും, അതുപോലെ നിർജ്ജലീകരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വിയർപ്പ് നമുക്ക് പെട്ടെന്ന് വെള്ളമായി പോണത് കൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ധാരാളം നാരങ്ങയും നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ഉപ്പും ഇട്ടുള്ള ലായനി നമ്മൾ കുടിക്കുക. അതുപോലെ കരിക്കിൻ വെള്ളം, പിന്നെ ശരിക്കും നല്ല ചൂടുവെള്ളം തിളപ്പിച്ചാറിയത്. പച്ചവെള്ളം ആരും കുടിക്കണ്ട, കാരണം അണുക്കളൊക്കെ പച്ചവെള്ളമൊക്കെ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം കിണറ്റിൽ എടുക്കുന്ന വെള്ളമാണെങ്കിൽ ഇപ്പോഴും അണുക്കൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചൂടുവെള്ളം തിളപ്പിച്ച ശേഷം ആറ്റി അത് കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തൈര് വെള്ളം കുടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വെള്ളങ്ങൾ നിങ്ങൾ ഒരുപാട് കുടിക്കുക. അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൂട്ടുകാരെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക. ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എന്ത് ടിപ്സ് പറയാനാണെന്ന് പറഞ്ഞാൽ, നല്ലൊരു ടിപ്സുമായിട്ടാണ് വന്നത്. ഈ ചെറിയ കുട്ടികൾക്ക്, ചെവി പഴുക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ വലിയവർക്കും നമുക്കത് യൂസ് ചെയ്യാവുന്ന ടിപ്സാണ്. കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഹിന്ദിക്കാരെല്ലാവരും അത് ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കാണെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യാറില്ല. അത് കടുകെണ്ണയാണ് ഞാൻ പറയാൻ വന്നത്. അതായത് കടുകെണ്ണ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെവിയുടെ പഴുപ്പ് എങ്ങനെ നിയന്ത്രിക്കാൻ നോക്കാം. കടുകെണ്ണ ഒരു ചെറിയ സ്പൂണിലെടുത്ത ശേഷം അതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ചെവിക്കകത്ത് ഒരു 2-3 തുള്ളി ഇറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരാഴ്ചയിൽ 2 ദിവസം ചെവി പഴുപ്പുള്ള ആൾക്കാർ ചെയ്തു നോക്കുക. നല്ല റിസൾട്ടാണ്. ഇനി നമ്മുടെ ചെവിക്കകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്കിപ്പോൾ കടുകെണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നീലയമരിയുടെ നീരെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതായത് ഒരുപാട് ചൂടാക്കണ്ട. ആ ഒരു നീലയമരിയുടെ ഒരു തണുത്ത ഒരു ഇത് മാറ്റിയ ശേഷം അത് 2-3 തുള്ളി ആ നീരെടുത്ത ശേഷം അരിച്ച് ചെവിയിലിറ്റിച്ച് കൊടുക്കുക. ഇത് 2 ടിപ്സും നമ്മുടെ ചെവി പഴുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. ഇനിയെന്ന് പറഞ്ഞാൽ മറ്റൊരു ടിപ്സ് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെവിക്കകത്ത് പ്രാണികളോ മറ്റെന്തെങ്കിലും കയറി കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സൂചിയോ പിന്നോ ഒന്നും എടുത്തിട്ട് കുത്തേണ്ട കാര്യമില്ല. ഇളം ചൂടുവെള്ളം എടുത്ത ശേഷം, അതായത് ചെറിയ ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട ശേഷം ഈ വെള്ളം ചെവിയിലേക്ക് ഒഴിച്ച് നിർത്തുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, പ്രാണി പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ കൂട്ടുകാർ ഈ ടിപ്സുകൾ മറക്കാതെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടിപ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കൂട്ടുകാരെ. അപ്പോൾ മഴ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീട്ടിലൊന്നും ഇരിക്കാൻ വയ്യ, ഞാൻ പുറത്തു പോലും ഇറങ്ങാറ്, കാരണം ഇത്രയ്ക്കും ചൂടാണ് കൂട്ടുകാരെ. പുറത്തു പോകുന്ന കൂട്ടുകാരെല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ഞാൻ വേറൊരു ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.